There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. നമുക്ക് എത്ര ലൈസൻസ് ഉണ്ട് ശരിക്കും? 11 വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. 2014 അമ്മാമ്മ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. You're so fine, I'm so late. പേടി മാറ്റാനായിട്ട് അതിനോട് ഭയങ്കര നമുക്കൊരു താല്പര്യം വേണം, ഇഷ്ടം വേണം. Heart erase, so catch me if I fall. അമ്മാമ്മക്ക് ഇനി വേറെ ഏതെങ്കിലും വണ്ടി ഇങ്ങനെ പ്ലെയിൻ അതുപോലുള്ള ട്രെയിൻ അങ്ങനെയൊക്കെ ഓടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഓടിക്കും. ഹലോ എവരിവൺ, മൂവി വേൾഡിൻ്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉള്ളത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മണിയമ്മയുടെ വീട്ടിലാണ്. എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൂടെ. വയസ്സൊരു പ്രശ്നമല്ലാതെ 74 വയസ്സിലും 11 ലൈസൻസ് ഉള്ള ഒരാളെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. വാ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാണ് നമ്മുടെ മണിയമ്മ. അപ്പൊ നമുക്ക് പോവാം. നമുക്ക് മണിയമ്മയുടെ ഇൻസ്റ്റിറ്റ്യൂഷനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇപ്പൊ നമ്മളിത് ഇവിടെ നമ്മൾ കാണാത്ത കുറേ വണ്ടികൾ ഇപ്പൊ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അമ്മമ്മയുടെ വിശേഷം എന്താണ്? നല്ല വിശേഷം. ഇപ്പൊ അങ്ങനെ പോണു. എല്ലാ വണ്ടികളും ഒക്കെ ഓടിക്കുന്നുണ്ട് ഇപ്പോഴും. ആണല്ലേ? അമ്മമ്മക്ക് എത്ര ലൈസൻസ് ഉണ്ട് ശരിക്കും? 11 വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. ആണല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് 11 വാഹനം ഓടിക്കാൻ ലൈസൻസ് ഉള്ള ഒരാളെ കാണുന്നത്. ലൈസൻസ് എടുത്തിട്ട് വണ്ടി പോലും ഞാൻ ഓടിക്കാറില്ല. ശരിക്കും പേടിയാണ് ഇങ്ങനെ. ലൈക്ക് നമ്മൾ ലൈസൻസ് എടുത്തിട്ട് നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ, പുറത്തേക്ക് വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട് ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവരുടെ അമ്മമ്മക്ക് എന്താ പറയാ? പേടി മാറ്റാനായിട്ട് അതിനോട് ഭയങ്കര നമുക്കൊരു താല്പര്യം വേണം, ഇഷ്ടം വേണം. പിന്നെ മടി ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മൾ എന്തിനാണെങ്കിലും അത് തുനിഞ്ഞിറങ്ങിയാൽ അത് ചെയ്തിട്ടേ ഇരിക്കുള്ളൂ എന്നൊരു മനസ്സിനെ ബോധിപ്പിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചാൽ എല്ലാ കാര്യവും നമുക്ക് സാധിക്കാവുന്നതേ ഉള്ളൂ. അത് അമ്മമ്മക്ക് ഇപ്പോൾ എത്ര വയസ്സായി കറന്റ്? എനിക്കിപ്പോൾ 74 വയസ്സാകണം. അപ്പൊ നമുക്ക് കുറെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, കുറെ മൊമെന്റും ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ ഇതിന്റെ പേരിൽ? ധാരാളം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അമ്മമ്മ എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ എന്നുള്ള ഒരു പ്ലാനൊക്കെ? സ്കൂള് സ്റ്റാർട്ട് ചെയ്തത് 79 ഇപ്പോൾ ഹസ്ബൻഡാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ 4 വീലറിന്റെ ലൈസൻസ് എടുക്കണേ 81-ലാണ്. അപ്പോൾ അന്നൊക്കെ നമുക്ക് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയാൽ പഠിപ്പിക്കാൻ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പഠിപ്പിക്കാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റിലാണ് എനിക്ക് പുള്ളിക്കാരൻ എന്നെ കൊണ്ട് ലൈസൻസ് തരാം. എനിക്ക് താല്പര്യമൊന്നും ഇഷ്ടമല്ല. നമ്മളിതൊന്നും വണ്ടി പോലും അധികം കാണാത്ത സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഇത് ഇങ്ങനെ പഠിക്കണമെന്ന് പറയുമ്പോൾ അതൊരു പേടിയുള്ള ഒരു സംഭവമായിരുന്നു. അമ്മക്ക് അപ്പൊ ഇങ്ങനത്തെ വലിയ വലിയ വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നിയിട്ട് ഇത് എങ്ങനെ ഓടിക്കും? പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ പൊരുത്തപ്പെട്ടു. എനിക്കത് ഈ JCB കാണുമ്പോൾ പേടിയാവാ. JCB അല്ല, അത് റഫ് ടെറൈൻ ക്രെയിൻ എന്ന് പറയും. പാറപ്പുറത്ത് എവിടെയൊക്കെ ഈ 4 വീലിൽ ഫിറ്റ് ചെയ്ത് നിർത്തിയിട്ട് പണിയെടുക്കുന്ന സാധനം. എനിക്കറിയില്ല, അങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ കാണുമ്പോ അങ്ങനെ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. ഓടിക്കുന്നത് ട്രെയിലറാണ്. സോറി ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഏത് ഓടിക്കാനായിട്ട്? ചെറിയ വണ്ടിയാണ് എനിക്ക് കുറച്ചുകൂടി ഓടിച്ചോണ്ട് നടക്കാൻ. പക്ഷെ എന്നാലും വലിയ വണ്ടി ഓടിക്കും. ഈ ചെറിയ വണ്ടിയൊക്കെയാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് കൈകാര്യം. ഞാൻ കയറാനൊക്കെ ഉള്ള സുഖം. മറ്റേ വലിയ വണ്ടികളൊന്നും എനിക്കിപ്പോൾ കയറാൻ പറ്റണില്ല. അത് കാല് പൊക്കി വെച്ച് തന്നു. അത് ഞാൻ എടുക്കണ ഡ്രസ്സ് ഇതായത് കാരണം തന്നെ കയറാനും പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അതെ അതെ. ഇപ്പൊ അമ്മമ്മ ഏറ്റവും ആദ്യം എടുത്ത ലൈസൻസ് ഏതായിരുന്നു? 4 വീലറിന്റെ. എല്ലാവരും അത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഒരു 92-93 ആയപ്പോൾ 3 വീലറും 2 വീലറും എടുത്ത്. അത് കഴിഞ്ഞ് 88-ൽ ഹെവി എടുത്തു. ബസ് ലോറിയാണ് ആദ്യം എടുത്തിട്ടുള്ളത്. 4 വീലർ എടുത്തു കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ഹെവി ഡ്രൈവിംഗ് സ്കൂളാണുള്ളത്. ഈ 4 വീലറിൻ്റെ സ്കൂളൊന്നും അല്ല, ഹെവി ഡ്രൈവിംഗ് സ്കൂളാണുള്ളത്. കേരളത്തിലെ ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ എൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹെവി ലൈസൻസ് എടുത്തത്.
അതുപോലെ A to Z ഇപ്പൊ കുറെ സ്ഥലങ്ങളിലുണ്ട് അല്ലേ? ഉണ്ട്. നമുക്ക് ഇഷ്ടമായ മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഈ ബിസിനസ്സിലാണ്. ആണല്ലേ? നമ്മൾ അമ്മമ്മയുടെ ഫാമിലിനെ കുറിച്ച് ചോദിച്ചില്ല. അപ്പൊ അമ്മമ്മക്ക് വീട്ടില് ഫാമിലിക്ക് ആരൊക്കെ ഉണ്ട് അമ്മമ്മക്ക്? എനിക്ക് 3 മക്കളാണ്, 2 ആൺമക്കള്, ഒരു പെണ്ണ്. കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഡിപ്ലോമ പാസ്സായ മോളാണ് എൻ്റെത്. അയാളും ഡ്രൈവിംഗ് സ്കൂളാണ്, കോട്ടയം ജില്ലയിൽ വൈക്കത്താണ് അയാളുടെ കല്യാണം. കോഴ്സും ഉണ്ടോ? കോഴ്സും ഉണ്ട്. അല്ല, ഇത് അയാളൊക്കെ ഡിപ്ലോമ കളമശ്ശേരിയിൽ നിന്ന് എടുത്തതാണ്. ഞാനും ഈ 2023 ഓട്ടോമൊബൈൽ ഡിപ്ലോമ കളമശ്ശേരിയിൽ നിന്ന് 2023 ഈ പ്രായത്തിലോ? അത് അടിപൊളിയായിട്ടാ. 1 ഇയർ കോഴ്സ് എടുത്തു. അത് അമ്മമ്മക്ക് ഈ വണ്ടികളൊക്കെ ഓടിച്ചിട്ട് ഇഷ്ടം കൊണ്ട് അങ്ങനെ എടുത്തതാണോ? ഇഷ്ടം കൊണ്ട് എടുത്തതല്ല, ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിന് അത് ആവശ്യമായതുകൊണ്ട് അതാണ്. ആണല്ലേ? അങ്ങനെ പറഞ്ഞിട്ടാണ് അതെടുത്തത്. ഞാനും മക്കളും മരുമക്കളും ഒക്കെ എല്ലാവരും ഇതിൽ തന്നെയാണ്. അപ്പൊ പിന്നെ അമ്മമ്മക്ക് എല്ലാവരും നോക്കി നടത്തുന്നതുകൊണ്ട് അമ്മമ്മക്ക് കുഴപ്പമില്ല. ഇങ്ങനെ നോക്കി ഇങ്ങനെ ഒന്ന് ഇരുന്ന് ഇങ്ങനെ നോക്കിയാൽ മതി അല്ലേ? അതെ അതെ. പിന്നെ എന്നിട്ട് പിന്നെ എന്താണ്, പിന്നെ അമ്മമ്മക്ക് ഏത് വണ്ടി ഓടിക്കാനാണ്? ഇപ്പൊ പുതിയ പുതിയ വണ്ടികളൊക്കെ കൊച്ചുമോൻ കൊണ്ടുത്തരും, അത് ഓടിപ്പിക്കലാണ് എൻ്റെ ഒരു BMW, ഫോർച്യൂൺ അങ്ങനെയുള്ള ആണല്ലേ? ഇപ്പൊ അമ്മമ്മ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നൊക്കെ പറയുമ്പോ ഇപ്പൊ അമ്മമ്മനെ സുപരിചിതമാണ്, എല്ലാവർക്കും അറിയാം. മണിയമ്മ എന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യമൊക്കെ ഓടിക്കുന്ന സമയത്തൊക്കെ അമ്മമ്മക്ക് ആരും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ധാരാളം ബുദ്ധിമുട്ട്. ആദ്യമൊക്കെ ഭയങ്കര ഒരു വലിയ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആൾക്കാർ അതിശയത്തോടു കൂടി നോക്കിയിരിക്കല്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ആവശ്യത്തിന് കൂടുതലും 2 വീലറാണ് ഉപയോഗിക്കണം. അത് തന്നെയാണ്. അപ്പോൾ അതോടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ തള്ളക്ക് വെറുതെ ഇരുന്നൂടെ, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യമുണ്ട്. ചെറുപ്പക്കാർ പിള്ളേരെല്ലാം 2 വീലർ ഓടിച്ചുകൊണ്ട് കിടക്കണ്ടേ എന്നാണ് അവരുടെ കൺസെപ്റ്റ്. പക്ഷെ നമ്മുടെ കാര്യം നമുക്കല്ലേ അറിയുള്ളൂ. അപ്പം നമ്മളുടെ ആവശ്യത്തിന് എങ്ങനെങ്കിലും പോകണമെങ്കിൽ അത് തന്നെയല്ല, ഒരു ചെറിയ കടയിൽ പോകണം, ഒരു അമ്പലത്തിൽ പോകണം, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചെറിയ വണ്ടി തന്നെയാണ് എപ്പോഴും നല്ലത്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു ഡ്രൈവിംഗ് എന്തായാലും അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കൊറോണ വന്നപ്പോഴാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് ഉണ്ടായത്. എന്ന് വെച്ചാൽ തന്നെത്താനെ ജോലിക്ക് പോകാനും പബ്ലിക് വണ്ടി ഉപയോഗിക്കാൻ പേടി, അങ്ങനെയൊക്കെ വന്നപ്പോൾ ധാരാളം. അതിനുവേണ്ടി ഞങ്ങളൊരു 2 തരം കോഴ്സ് തന്നെ ഇവിടെ ചെയ്തു കൊടുത്തു ആ കൊറോണ സമയത്ത്. എന്താണ് ലൈസൻസ് എടുത്തു വെച്ചിട്ടുണ്ട്, കുറേ അധികം ആൾക്കാർ ലൈസൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. ലൈസൻസ് 2018 എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ ഓടിക്കുന്നില്ലല്ലോ. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയം കൊണ്ട് ഒരു 1 ഡേ കോഴ്സ്, 1 വീക്ക് കോഴ്സ് എന്ന് പറഞ്ഞ അപ്പൊ അത് നന്നായിട്ട് ഇമ്പ്രൂവ് ആയി. അത് ആ സമയത്ത് ഒരു 10-200 പേര് ആ സമയം കൊണ്ട് വണ്ടി ഓടിച്ച്, അവർ തന്നെ വണ്ടി ഓടിച്ച് നമ്മുടെ അടുത്ത് വന്ന അങ്ങനെയുള്ള ഒരു ഇപ്പോഴും ആ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ലൈസൻസ് എടുത്തു വെച്ചിട്ടും പിന്നെ കുറച്ച് കുറച്ച് പെണ്ണുങ്ങളാകുമ്പോൾ കുടുംബം ഒക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് വന്നിട്ട് പിന്നെ ഓടിക്കാൻ വരുമ്പോൾ അവർക്ക് പേടിയുണ്ടാവും. അപ്പം അങ്ങനെ ഒരു കോഴ്സൊക്കെ ഇങ്ങനെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് വൺ ഡേ ഒരു 6 hours, അതായത് 6 മണിക്കൂർ ഒരു ദിവസം കൊണ്ട് തന്നെ വേണമെങ്കിലും എടുക്കാം, 2 ദിവസം കൊണ്ട് വേണമെങ്കിലും എടുക്കാം. പക്ഷേ A to Z എന്ന് വെച്ചാൽ ഒരു ബിഗിനിങ്ങിന് ഒരാളെ പഠിപ്പിക്കണ ആ മെത്തേഡിൽ തന്നെ ഈ എല്ലാ ക്ലാസ്സുകളും 6 മണിക്കൂർ കൊണ്ട് എടുക്കും. സിമുലേറ്റർ ക്ലാസ്, പിന്നെ പ്രീ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്, പിന്നെ ഹമ്പ്, ജംഗ്ഷൻ, പാർക്കിങ്, അങ്ങനെയുള്ള റിവേഴ്സ് എല്ലാം ആ ഒരു 6 മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കും. ഇപ്പൊ ഞാൻ എടുത്തിരുന്ന സമയത്തെ പോലെയല്ല ഇപ്പോഴുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകളൊക്കെ ഭയങ്കരമായിട്ട് മാറ്റില്ലേ? അപ്പൊ അമ്മമ്മക്ക് ഏതാണ് ഇപ്പൊ കുറച്ചുകൂടി നല്ലത്, ബെറ്റർ തോന്നുന്നത്? ഈ പുതിയ രീതികൾ ആണ് എപ്പോഴും ബെറ്റർ ആയിട്ട് വരിക. എന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് ആയിട്ട് ആൾക്കാർ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ. പണ്ടത്തെ വണ്ടിയും പണ്ടത്തെ പോലെ അല്ലല്ലോ റോഡും ആൾക്കാരും. അപ്പൊ അതുകൊണ്ട് അമ്മമ്മ കുറച്ചുകൂടി ഇതാണ് അമ്മമ്മക്ക് ഈ ഒരു മാറ്റം എപ്പോഴും അനിവാര്യമാണ്. ഇനിയിപ്പോൾ അമ്മമ്മക്ക് ഇനി ഏത് വണ്ടി എനിക്ക് ഓടിക്കണം എന്നാണ് ഇഷ്ടം? ഇപ്പൊ ഇനി അടുത്ത് തന്നെ ലംബോർഗിനി ഓടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും സാധിക്കുമെന്ന് വിചാരിക്കും. ആണല്ലേ? തീർച്ചയായിട്ടും സാധിക്കും. ഇനിയിപ്പോ ഓടിക്കാൻ വണ്ടികളില്ലാന്ന് തോന്നുന്നു. അല്ല, പുതിയ അല്ല നമുക്കില്ലല്ലോ. അപ്പൊ ആരുടെങ്കിലും വണ്ടിയൊക്കെ കിട്ടുമ്പോ അതൊക്കെ ഓടിപ്പിക്കല് ഉണ്ട്. ആണല്ലേ? ഞാൻ ഇങ്ങനെ അമ്മാമ്മ ഈ പ്രായത്തിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ അടഞ്ഞുകൂടി ഇങ്ങനെ അടിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ, പേടിയായിട്ട്. ഇപ്പൊ അമ്മാമ്മ അതൊന്നും
നോക്കാതെയാണ് 74 വയസ്സായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് ഞാൻ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെടുത്ത് അമ്മാമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അല്ല, ഈ മേഖലയിലല്ലെങ്കിലും നമ്മൾ ഒന്നും നമുക്ക് കഴിയൂല എന്ന് പറഞ്ഞിരുന്നാൽ നമുക്കൊന്നും കഴിയൂല. പ്രായമാണനുസരിച്ച് നമ്മുടെ ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് വിചാരിച്ച് നമ്മൾ മുമ്പോട്ട് ഓരോ കാര്യങ്ങളും ചെയ്താൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെയ്യാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ വിട്ടേക്കുക, ചെയ്യാൻ സാധിക്കുന്നതായ എല്ലാ കാര്യങ്ങളും ചെയ്യുക. നമുക്ക് പറ്റില്ല, ഞാനിപ്പോൾ വയസ്സായില്ലേ എന്ന് വിചാരിച്ച് അടങ്ങിയിരിക്കാതിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പോയി എന്ന് വെച്ചാൽ നമുക്ക് വയ്യാന്ന് വിചാരിച്ചാൽ ഒരു കാര്യവും വയ്യ, അത് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വണ്ടിയൊക്കെ നമ്മൾ തന്നെ വാങ്ങിച്ചിട്ടേക്കുന്നതാണ് അല്ലേ? അതെ അതെ. നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ കൊച്ചിയിൽ തന്നെ എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും? ഒരു കൊച്ചിയിലും ആലപ്പുഴയായിട്ട് 23ഓളം ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അമ്മാമ്മ ഫാമിലി ആയിട്ടാണ് അത് എല്ലാവരും, മക്കളും പേരക്കുട്ടികളും എല്ലാവരുമായിട്ടാണ് നോക്കുന്നത്. ഇപ്പം അമ്മാമ്മ ഈ ഹെവി ലൈസൻസ് ഒക്കെ എടുക്കാൻ ആദ്യം പോയില്ലേ? ഇപ്പോൾ അപ്പം നമുക്ക് അങ്ങനെ ആദ്യ കാലങ്ങളിൽ അങ്ങനെ ആരും എടുത്തിട്ടുണ്ടാവില്ല, അമ്മാമ്മ ആയിരിക്കും എടുത്തിട്ടുണ്ടാവും. അപ്പം അമ്മാമ്മക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അതിലൂടെ ഉണ്ടായിരുന്നത്? ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡാണ് അത് പഠിപ്പിച്ചതും ചെയ്യിച്ചതും ഒക്കെ. അപ്പം നമുക്ക് അങ്ങനെ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. ഇത് നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെയാണ് നമ്മളെ ഇതിന് മുൻപോട്ട് വെക്കണം. അപ്പോൾ ആ ഡ്രൈവിംഗ് സ്കൂള് നടത്താനുള്ള ഒരു അതിന് സാങ്ഷനൊക്കെ കിട്ടി. ഒരു ഇൻസ്ട്രക്ടറുടെ പോസ്റ്റ് വരുമല്ലോ. അപ്പോൾ അങ്ങനെ ആക്കാൻ വേണ്ടിയാണ് എന്നെ ഇതിലോട്ട് ആക്കിയത്. മനസ്സിലായോ? അപ്പം അങ്ങനെ പിന്നെ ചെറിയ വണ്ടികളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അതിലോട്ടായി. പിന്നെ എന്ന് വെച്ചാൽ ഞാനധികം ക്ലാസ്സുകളൊന്നും എടുക്കാൻ അധികം പോലില്ല. ഓഫീസിൽ തന്നെ ഇത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഓഫീസിലും കാര്യങ്ങളും പേപ്പർ വർക്കൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ അതൊക്കെയാണ് കൂടുതലും കൈകാര്യം ചെയ്യണത്. അപ്പം അത്യാവശ്യം കമ്പ്യൂട്ടറൊക്കെ ചെയ്യാനും ഒക്കെ എനിക്ക് അറിയാം. അപ്ഡേറ്റഡ് ആണോ മാമ? അല്ലേ? അതെ. അപ്പം അവിടെ സോഷ്യൽ മീഡിയ ഒക്കെ മാനേജ് ചെയ്യുക വേറെ ആളുകളുണ്ട്, പിള്ളേരെ വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം അമ്മ ആദ്യ കാലങ്ങളൊക്കെ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? ടൂ വീലറൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല. ടൂ വീലർ പഠിപ്പിച്ചിരുന്നത് ഓടണം. ഞാൻ പറഞ്ഞതൊന്നും പറ്റാറില്ല. ടൂ വീലർ എന്ന് വെച്ചാൽ അത് പുറകെ ഓടണം. അന്നേരം ചെറിയ സ്പോർട്സിലൊക്കെ താല്പര്യമുള്ള ചെറിയ കുട്ടികളെ വെച്ചിട്ടാണ് അന്നേരം പഠിപ്പിച്ചിരുന്നത് അല്ലേ? ഇപ്പൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും, പക്ഷെ അന്നൊന്നും അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇവിടുത്തെ ഡിപ്ലോമ കോഴ്സിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാ? 1 ഇയർ ഉണ്ട്, 6 മന്ത് ഉണ്ട്, 3 മന്ത് ഉണ്ട്. പ്രായം അനുസരിച്ച് 22 വയസ്സ് 22 വയസ്സ് വരെയാണ് ഈ AME ഡിപ്ലോമ കോഴ്സിന്റെ പ്രായം. അതിലും കൂടുതൽ പ്രായമുള്ളവർക്ക് 6 മാസത്തെ കോഴ്സ് ഉണ്ട്. അപ്പൊ കാറ്റഗറിയാണ് 11 വാഹനങ്ങളെ പഠിപ്പിച്ച് ലൈസൻസ് എടുത്ത് അതിൻ്റെ തിയറി ക്ലാസ്സും വർക്ക്ഷോപ്പ് ക്ലാസ്സും ഒക്കെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവരുടെ BSSൻ്റെയും പിന്നെ ഇതിൻ്റെ അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടിയ ക്ലാസ്സുകളാണ്. അവരുടെ എക്സാം അവരാണ് നടത്തുന്നത്, പഠിപ്പിക്കലാണ് നമ്മളുടെ. അപ്പം അങ്ങനെയാണ് കോഴ്സ്. ഏത് പ്രായമുള്ളവർക്കും വരാം. 22 വയസ്സ് വരെ ഉള്ളവർക്ക് 1 വർഷത്തെ കോഴ്സ് പഠിക്കാനൊക്കെ. 6 മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും വേണം. അത് 9 വാഹനങ്ങളാണ് പഠിപ്പിക്കുക. ഇപ്പോൾ ഈ ക്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ 5 തരം ക്രെയിൻ ഉണ്ട്. ഫോർക്ക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ 3 തരം ഉണ്ട്. അപ്പം അങ്ങനെയാണ് വാഹനങ്ങളുടെ. അപ്പോൾ 4 വീലർ എടുത്തിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഹെവി എടുത്തു കൊടുക്കും. അപ്പോൾ 4 വീലർ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് 4 വീലറും കൂടി എടുത്തു. ഇത്രയും നേരം ക്രെയിനൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. ക്രെയിൻ ഏത് JCB ഒന്നും തിരിച്ചറിയാത്ത ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും ഇതൊക്കെ കാണാം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളതുള്ളൂ. പിന്നെ വീട്ടിലൊക്കെ റോട്ടിലൊക്കെ വെച്ച് കാണാം. അങ്ങനെ എന്നാലും ഇത്ര അധികം ഒരുമിച്ച് കാണൂല. അധികം ഒരുമിച്ചാണ് കാണുന്നത്. അത് ഞാൻ ചോദിച്ചതൊക്കെ നമ്മൾ തന്നെ വാങ്ങിച്ചിട്ടിരിക്കുന്നതാണോ പർപ്പസ്ഫുള്ളി? ധാരാളം ആൾക്കാർ കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം അവിടെ നിന്നൊക്കെ വന്ന് പഠിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ഒന്നാമത് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് പുറത്തോട്ട്. ഇപ്പൊ എല്ലായ്പ്പോഴും തന്നെ ഇന്നത്തെ പേപ്പറിലും ഉണ്ട്, ഹെവി ഡ്രൈവേഴ്സിനെ വേണം കോഴിക്കോട് വെച്ച് അവർ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് കളമശ്ശേരിയിലുണ്ട്, അവിടെ വെച്ച് റിക്രൂട്ട്മെന്റ് നടക്കാറുണ്ട്. അപ്പം നമ്മൾ വണ്ടി കൊടുക്കും,
അതിൻ്റെ സ്പേസും കൊടുക്കും. അവർ തന്നെയാണ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് കാണുന്നത്. അങ്ങനെ ധാരാളം റിക്രൂട്ട്മെന്റ്. അതെല്ലാം ഈ ട്രെയിലർ പോലെയുള്ള അത് കണ്ടെയ്നർ വെച്ചിട്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഓടിച്ച ഒരു വണ്ടിയുണ്ട്, അത് കണ്ടാവുക, ഞാൻ കണ്ടായിരുന്നു വീഡിയോ. അപ്പൊ അതുപോലത്തെ വാഹനങ്ങളൊക്കെ ഓടിക്കണ ആൾക്കാരെയൊക്കെയാണ് കൂടുതൽ ആവശ്യം വരിക. അങ്ങനെ ഇപ്പൊ അമ്മാമ്മ ഈ ഒരു ലൈഫിലൊക്കെ നിന്നിട്ട് ഇപ്പൊ അമ്മാമ്മയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇതൊരു ലൈഫ്. അത് മാത്രമല്ലാണ്ട് അമ്മ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അല്ലേ? അപ്പൊ അമ്മമ്മക്ക് അങ്ങനെ ഒരു അമ്മമ്മയുടെ ഫീൽ എന്താണ് ഇപ്പൊ? വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ എവിടുന്ന് ഏത് നാട്ടിൽ നിന്ന് പിള്ളേർ വന്നാലും അവരെന്നെ കാണാൻ വരിക, ചിലരൊക്കെ കണ്ട അനുഗ്രഹം മേടിക്കുക, വീട്ടുകാരാണെങ്കിലും വാട്സാപ്പിൽ വിളിച്ച് സംസാരിക്കുക. അങ്ങനെ ഭയങ്കര ഒരു ഞാൻ അവർക്കൊരു ഇൻസ്പിറേഷൻ ആണെങ്കിൽ അത് എനിക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോഴും പുറത്തേക്ക് ഇറങ്ങാൻ വണ്ടി എടുക്കാണ്ട് പേടിച്ചിരിക്കുന്ന ആളുകളാണ്. അത് കൃത്യമായിട്ടുള്ള എന്താണ് നമ്മളത് പരിശീലിക്കാത്തോണ്ടല്ല, നമ്മൾ വണ്ടി ഓടിച്ച് ശീലിക്കുന്നില്ലല്ലോ. ശീലിച്ചു കഴിഞ്ഞാൽ എത്ര പഠിച്ചാലും കാര്യമില്ല, വണ്ടി ഓടിപ്പിച്ചാൽ മാത്രമേ നമ്മൾ ശരിയാവുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കെ അമ്മാമ്മ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വളരെയധികം നമുക്ക് ഇൻസ്പിറേഷൻ തരുന്ന കാര്യങ്ങളാണ്. 2004 ഹസ്ബൻഡ്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ കൂടുതൽ ഇതിലോട്ട് ഇൻവോൾവ് ആയത്. എന്നുവെച്ചാൽ അത്ര നാളും പുള്ളിക്കാരനെല്ലാം മാനേജ് ചെയ്യാൻ കപ്പാസിറ്റി, എല്ലാ കാര്യങ്ങളും പുള്ളി തുടങ്ങി വെച്ചതേ ഉള്ളൂ. പിള്ളേരത് നന്നായിട്ട് കൊണ്ടുപോയെന്നേ ഉള്ളൂ. കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഈ ഡ്രൈവിംഗ് സ്കൂളാണെങ്കിലും റിസോർട്ടാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും പുള്ളി തുടങ്ങി വെച്ചിട്ട് പോയത്. പക്ഷേ എൻ്റെ മക്കൾ നല്ല രീതിയിൽ അത് നമുക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട്, അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. കൊച്ചുമക്കളും ഇപ്പോൾ ഇതിലോട്ട്, ഇപ്പോൾ ഒരാൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ്, ഒരാൾ സിവിൽ കഴിഞ്ഞ്, അവരൊക്കെ ഇതിനോട് നല്ല സപ്പോർട്ടാണ്. ഒരു വീട്ടിൽ ഡോക്ടർ ആണെന്ന് പറഞ്ഞ പോലെ വണ്ടിക്കുള്ള എല്ലാവരും വീട്ടിലുണ്ട്, കുടുംബത്തിൽ തന്നെ ഉണ്ട്. അത് നല്ലത്, അത് നല്ല കാര്യം. ഒരാൾ MBA ചെയ്യാൻ ഇപ്പൊ ബാംഗ്ലൂർ പോയിട്ടുണ്ട്. അയാൾക്ക് പ്രായമായിട്ടില്ല, 18 വയസ്സേ ഉള്ളു, എന്നാലും 6 തരം ലൈസൻസ് എടുത്തിട്ടാണ് പോയേക്കുന്നത്. അപ്പൊ വീട്ടിലെല്ലാവരും എടുത്തിട്ടുണ്ട്? എല്ലാവരും എടുത്തിട്ടുണ്ട്. വീട്ടിലെ അമ്മാമ്മയുടെ പോലെ 11 ലൈസൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? എൻ്റെ മരുമക്കള്, മക്കള് എല്ലാവർക്കും ഉണ്ട്. വയസ്സ് 20 കഴിഞ്ഞ എല്ലാവർക്കും ഈ ലൈസൻസ് എടുത്തിട്ടുണ്ട്. അതെങ്ങനെ അവരുടെ ഇഷ്ടം കൊണ്ട് വന്നാണോ, അതോ അത് കണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടതല്ല? ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ മതി അത് ഏത് വണ്ടിയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ശരി, ആർക്കെല്ലാം കണ്ട് നമുക്ക് ഇതൊക്കെ ഓടിക്കാനായിട്ട് തോന്നും, ആർക്കെല്ലാം ഓടിച്ചു നോക്കാൻ തോന്നും. അത് അങ്ങനെയാണ് എല്ലാവരും ഇതിലോട്ട് ആയത്. ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ആർക്കും ഇതിനോടൊരു, ഇപ്പൊ ചെറിയ കുട്ടി എന്ന് പറയുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്. അവള് ഇലക്ട്രിക് ലൈസൻസ് വേണ്ടാത്ത വണ്ടി ഓടിച്ചിട്ടാണ് ട്യൂഷന് പോണതും അത്യാവശ്യം ഡാൻസിന് പോണതൊക്കെ. അങ്ങനെ വണ്ടിയോടാണ് എല്ലാവർക്കും പ്രേമം. ഇവിടെ ഇതുപോലെ കുറെ സ്ത്രീകളൊക്കെ പഠിക്കാൻ വരുന്നുണ്ടോ? കുറെ സ്ത്രീകളില്ല, എന്നാലും ഇപ്പൊ സ്ത്രീകൾ പഠിച്ചു തുടങ്ങി. ഇപ്പൊ ട്രെയിലർ, ഫോർക്ക് ലിഫ്റ്റ് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഓടിക്കാൻ ലേഡീസും വന്നു തുടങ്ങി. ഓഹോ, 2014 അമ്മാമ്മ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഈ വണ്ടിയുടെ പേരെന്തായിരുന്നു? എനിക്ക് ലോറി ട്രെയിലറോ? എന്നാ ആ വണ്ടി ഓടിച്ചിട്ടുണ്ട് കേട്ടോ. കേറാൻ തന്നെ പാടാ അല്ലേ? കില്ലാടിയായിരുന്നു 2014. ഇപ്പോഴാണ്. ഇതിന്റെ ടെസ്റ്റ് ഒക്കെ എങ്ങനെയായിരിക്കും? ഇതിന് ടെസ്റ്റ് ഫോർവേഡും റിവേഴ്സും ഓടിച്ചു കാണിക്കണം. മതിയായിരുന്നു അന്നൊക്കെ. ഇനിയിപ്പോ മാറ്റങ്ങൾ വരും എന്നാണ് പറയുന്നത്. ആണല്ലേ? അമ്മമ്മക്ക് അന്നൊക്കെ ഇത് ഓടിക്കും പേടിയുണ്ടായിരുന്നോ? പേടി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരാണല്ലോ കൂടെ, ആ ഒരു ധൈര്യമുണ്ട്. അങ്ങനെയാ. നല്ല റോഡിലേക്ക് ഇറങ്ങുമ്പോ ഒരു ടെൻഷൻ ഉണ്ടാവില്ല? റോഡിലോട്ട് ഈ വണ്ടി ഓടിപ്പിക്കലില്ല. അന്നൊന്നും ഓടിപ്പിക്കലില്ല. ഇപ്പൊ ഉണ്ട്. അന്നൊന്നും റോഡിലോട്ട് ഓടിപ്പിക്കലില്ല. റോഡിൽ നിന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഗ്രൗണ്ട് ഉണ്ടാവുമല്ലോ, ആ ഗ്രൗണ്ടിൽ മാത്രം റിവേഴ്സും ഫോർവേഡും പോയാൽ. ഇത്തരത്തിലുള്ള വണ്ടികളൊക്കെ ഓടിക്കുന്നതിന് ഒരു സമയം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയുണ്ടോ? ഇല്ല, അങ്ങനെ ഇപ്പൊ സമയമൊന്നുമില്ല. ഇല്ല അല്ലേ? അതായത് എന്താണ്, ഇതുപോലെയുള്ള കുറെ ചരക്കുകൾ കൊണ്ടുപോകുന്ന വണ്ടികൾ അതിനൊക്കെ സമയമുണ്ട്. വൈകിട്ട് 7 മണി കഴിഞ്ഞങ്ങാണ്ടേ പോകാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അമ്മമ്മയുടെ ഡെയിലി ലൈഫ് എങ്ങനെയാ? ഒരു ദിവസം രാവിലെ അമ്മമ്മ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ്? 5 മണിക്ക് എഴുന്നേക്കും. എല്ലാം കഴിഞ്ഞിട്ട് 5:30 ആകുമ്പോ 2-3 ഫ്രണ്ട്സ് വരും. അവരുടെ കൂടെ നടക്കാൻ പോകും. അവര് വന്നില്ലെങ്കിലും ഞാൻ നടക്കാൻ പോകും. അത് കഴിഞ്ഞാൽ കേട്ടിട്ട് അവരിനി മുടങ്ങാതെ വരും. നോക്കിക്കോ, ഈ മണിയമ്മ കണ്ട നമ്മളെ കുറിച്ച് പറയുന്നത് രാവിലെ മുതൽ വരും. അവര് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ നടക്കാൻ പോകും. അത് മുടക്കറില്ല. പിന്നെ ഞായറാഴ്ച മാത്രം പോവില്ല. ഞായറാഴ്ച
നേരെ അമ്പലങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകും. പിന്നെ എവിടെയെങ്കിലും ഒക്കെ പോകാനുണ്ടെങ്കിൽ അത് നടക്കൂല. അങ്ങനെയാണ് എൻ്റെ. പിന്നെ ഇപ്പം ആ കുട്ടി 8:30 ഓഫീസിലിരിക്കുന്ന കുട്ടി വന്നത്. അപ്പം അത്ര നേരം ഓഫീസിലിരിക്കേണ്ടി വരും. ആർക്കെങ്കിലും എന്തെങ്കിലും പേപ്പർ കൊടുക്കാനുണ്ടെങ്കിലാണ് അങ്ങനെയൊക്കെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കും. പിന്നെ ഓരോരുത്തരും താക്കോൽ മേടിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ തിരക്കുണ്ട്. 10 മണി വരെ 10-10:30 വരെ തിരക്കുണ്ട്. അപ്പൊ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് ക്ലാസ് ഒക്കെ ഏതൊക്കെ സമയത്താണ് അവിടെ ക്ലാസ്? ഇവിടെ ഈ പഠിപ്പിക്കുന്ന സ്ഥലത്ത് 6:30 ക്ലാസ് തുടങ്ങിയാൽ വൈകിട്ട് 6 മണി വരെ ക്ലാസ് ഉണ്ടാവും അല്ലേ? അത് ഓരോ ക്ലാസ്സും ബുക്ക് ചെയ്തിട്ടാണ് ഓരോരുത്തരും വരും. ബാച്ചായിട്ട് ബുക്ക് ചെയ്ത്. എങ്ങനെ 1 മണിക്കൂറോ? അങ്ങനെയല്ല, അതിന് ഓരോരുത്തർക്കും ഇപ്പോൾ ചില ദൂരെ നിന്ന് വന്നവർക്ക് ഒരു ദിവസം എടുക്കുന്ന ക്ലാസ്, 2 ദിവസം 3 ദിവസം എടുക്കുന്ന ക്ലാസ് ചിലപ്പോൾ ഒരു ദിവസം എടുത്തു കൊടുക്കും. അപ്പൊ അവർക്ക് യാത്ര ഒഴിവാക്കാം. അങ്ങനെ ഓരോരുത്തരുടെയും കൺവീനിയന്റ് അനുസരിച്ചാണ് പഠിപ്പിക്കുക. ഇത് കണ്ട റാണി കാസർഗോഡ് നിന്ന് JCB ട്രെയിലറൊക്കെ പഠിക്കാൻ വന്ന ആളാ. സ്ത്രീകൾ കുറവാണ് മുമ്പത്തെ. ഇപ്പൊ പക്ഷെ ആൾക്കാര് വരുന്നുണ്ട്. ഞാൻ നേരത്തെ വന്നെടുത്തിട്ട് പോയതാ. ഇവിടുന്ന് ഹസാഡ്, എനിക്ക് ഹസാഡ് എടുത്തു. പെട്രോളിയം വണ്ടിയുടെ ലൈസൻസ് എടുത്തു. ചേച്ചിക്ക് എത്ര ലൈസൻസ് ഉണ്ട് ഇപ്പൊ മൊത്തം? എനിക്കിപ്പോ ഇത് കിട്ടണം. ഇനി ട്രെയിലർ എല്ലാം കൂടെ കിട്ടിക്കഴിയുമ്പോൾ 8 ആവും തോന്നുന്നു. ഇത് ഇത്രയധികം ലൈസൻസ് എടുക്കാനുള്ള എന്തെങ്കിലും റീസൺ? അങ്ങനെയല്ല, ഒന്നെടുത്തു, അത് കഴിഞ്ഞപ്പോ പിന്നെ അടുത്തത് എടുത്തു. അങ്ങനെ എടുത്തു. മറ്റേ ട്രെയിനും കൂടെ ഇടാൻ 11 ഫുൾ അങ്ങ് എടുത്തേക്കാം. 11 ഫുൾ എടുത്തിട്ട് പോട്ടെ. അല്ല, വിദേശത്ത് പോകാനാണ് ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി അപ്പൊ എന്ത് കയ്യിലിരുന്നാലും അതൊരു ബെനിഫിറ്റ് ആണ്. നമ്മുടെ അങ്ങോട്ട് ഡ്രൈവർമാരില്ല. കാസർഗോഡേക്ക് ആളുകൾ കുറവാണ്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി അവിടെ തന്നെയാണെങ്കിലും ജോലി ഉണ്ടാവും. തരാൻ ഒത്തിരി പേര് പറഞ്ഞു. അപ്പൊ അതും കൂടെ ഇൻസ്പിറേഷൻ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ചേച്ചി അപ്പൊ കാസർഗോഡാണ് അപ്പൊ വീട്? അതെ, കാസർഗോഡ്. ഇത് പഠിക്കാൻ വേണ്ടിട്ട് നമ്മൾ A to Z വന്നതാണ്. അതെ അതെ. ഓഹോ, ഓക്കെ. അപ്പൊ അത് ഇതൊന്ന് ചൂസ് ചെയ്യാനായിട്ട് ഇത്രയധികം വാഹനങ്ങളുള്ളത് എല്ലാം ഉള്ളത് ഇവിടെ തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ എല്ലാ വാഹനങ്ങളുടെ എക്യുപ്മെന്റ്സും ഉള്ളത് ഇവിടെ തന്നെയാണ്. ഞങ്ങൾ JCB കാസർഗോഡ് അന്വേഷിച്ചു. അപ്പൊ അവര് നമ്മൾ JCB ആയിട്ട് ചെല്ലണം. അങ്ങനെ നമുക്ക് ചെല്ലാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ ആകുമ്പോൾ എല്ലാം ഉണ്ട്. ഇവിടെ വന്നാൽ എല്ലാം പഠിക്കാൻ പോവാം. ഇന്ന് ആദ്യത്തെ ക്ലാസ് ആണോ? അപ്പൊ 3-4 ക്ലാസ്സായി. ആണോ? ഇനി എല്ലാ വണ്ടി ഇവിടുന്ന് എല്ലാ വണ്ടിയും പരീക്ഷിച്ചിട്ട് വേണം പോണേ. എല്ലാത്തിനും ലൈസൻസും കിട്ടട്ടെ. അതെ അതെ. ഓക്കെ, താങ്ക് യു. ഓക്കെ. പഠിക്കുന്നവരാണല്ലേ? ഇപ്പൊ എത്ര എങ്ങനെ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നത്? 1 വർഷത്തെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് അമ്മാമയായിട്ടുള്ള എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? അമ്മമ്മയായിട്ട് വേറെ കോണ്ടാക്ട് ഒന്നുമില്ല. ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. പഠിപ്പിനൊക്കെ മനസ്സിലാവുന്നുണ്ട്. സാറുമാരൊക്കെ എങ്ങനെയാണെന്ന് പറയാം. സാറുമാരൊക്കെ നല്ല. നിങ്ങളുടെ സാറാരാ? നമ്മളെ സാറ് അർജുൻ സാറ്. അർജുൻ സാർ. അർജുൻ സാറിന്റെ എങ്ങനെയുണ്ട്? ഇപ്പൊ നിങ്ങളിപ്പോ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാം പഠിപ്പിക്കോ കോഴ്സിൽ? എങ്ങനെയാണോ? AME കോഴ്സ് എന്നാണ് പറയുന്നത്. അതിൽ എത്ര വാഹനങ്ങളുണ്ട്? 12 എക്യുപ്മെന്റ്സ് ഉണ്ട്. 12 എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഏകദേശം എത്ര എക്യുപ്മെന്റ്സ് പഠിച്ചു? 7 എക്യുപ്മെന്റ്സ്. ഓ, അങ്ങനെ ഓരോ സ്റ്റെപ്പ് വൈസ് ആണോ പഠിക്കുന്നത്? തീർത്താണോ അല്ലേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഏതാ ഓടിക്കാനായിട്ട്? അങ്ങനെയൊന്നുമില്ല, ഏത് കിട്ടിയാലും ഓടിക്കും ആണോ? JCB ആണ് മൈൻഡിൽ ഓടിക്കാനായിട്ട് ഇഷ്ടം അല്ലേ? അപ്പൊ അതെന്താ അങ്ങനെ അത്ര ഇഷ്ടം അതിനോട്? കണ്ടല്ലേ? അതുകൊണ്ടാണ് എനിക്കിതെല്ലാം JCB അതല്ലേ നമുക്ക് ചെറുപ്പത്തിൽ അറിയുള്ളൂ. പിന്നെ എന്ത് കണ്ടാലും ലോറിയാ. എനിക്കും അത് അറിയത്തുള്ളൂ. ഇവിടെ വന്നപ്പോഴാണ് ഇതിനൊക്കെ വെറൈറ്റീസ് ഉണ്ട് ഞാൻ അറിയുന്നത് തന്നെ. അപ്പൊ എല്ലാം അടിപൊളിയാവട്ടെ. ഇതേണ്ട, ഇത് ബോബ് ക്യാറ്റ് എന്ന് പറയും. ഇതൊരു കുഞ്ഞൻ വാഹനമാണ്. പക്ഷേ ഈ ഇപ്പോൾ ഒരു റൂമിൻ്റെ ഉള്ളിലാണെങ്കിലും 360 ഡിഗ്രിയിൽ കറങ്ങി എല്ലാ ജോലിയും ചെയ്യാൻ പറ്റണ ഒരു സാധനം. വണ്ടി ഓടിക്കാൻ എന്തൊക്കെ പാടുണ്ട്? എന്തൊക്കെ പാടുണ്ടെന്ന് പറഞ്ഞാൽ പഠിക്കാത്തവർക്ക് പാടുണ്ട്, അല്ലാത്തവർക്ക് സൈക്കിൾ ഓടിച്ച് എനിക്ക് എല്ലാം പാടാ.
ഇത് ഗോദ്രേജിന്റെ ഫോർക്ക് ലിഫ്റ്റ്. JCB അല്ല, JCB ആകെ ഒരു വാക്കറിയുള്ള JCB. അതേതാ JCB അറിയില്ല. JCB വണ്ടികളിലൊക്കെ JCB ഇങ്ങനെ എടുത്തു കൊണ്ടുപോകുന്നല്ല. അല്ല, അതാണ് JCB. ഇതങ്ങനെയല്ല. ഇതിപ്പം നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് അവിടെയൊക്കെ ഈ വണ്ടി പഠിച്ചാൽ ഈ സാധനങ്ങൾ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം, ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിപ്പോ ഒരു 14 അടി ഉയരം വരെ പൊക്ക്. ക്രെയിനല്ല, ഇത് ഫോർക്ക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർക്ക് ലിഫ്റ്റ് മാത്രം. ശരി, എനിക്ക് നല്ല വിവരമുള്ളത് കൊണ്ട് വണ്ടിയെ കുറിച്ച് എനിക്ക് വണ്ടിനെ കുറിച്ച് അറിയില്ല, കാറ് മാത്രം അറിയുള്ളൂ. ശരി അമ്മാമ്മ, നമുക്കിന്ന് ഇതിൽ പോവാം. അമ്മാമ്മക്ക് ഇനി വേറെ ഏതെങ്കിലും വണ്ടി ഇങ്ങനെ പ്ലെയിൻ അതുപോലുള്ള ട്രെയിൻ അങ്ങനെ ഓടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ പക്ഷെ കിട്ടുമെന്ന് എനിക്ക് വിചാരമില്ല. കിട്ടിയാൽ അത് ഓടിക്കുന്നല്ലേ? അപ്പോൾ അടിപൊളി. നമ്മളിപ്പോൾ ഞാൻ ഇതിലിരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത്, എനിക്ക് ഓടിക്കാനായിട്ട് ഫീൽ ചെയ്ത്. എനിക്ക് ഏത് JCB ഏതിൽ വരുന്നൊന്നും അറിയില്ലെങ്കിലും ഒരു നമുക്ക് കാണുമ്പോൾ നമുക്കത് ഇനി ഓടിക്കാനുള്ള ഒരു ഫീൽ കിട്ടും അല്ലേ? അതെ. അപ്പോൾ ഇതൊക്കെയാണ് മണിയമ്മയുടെ വിശേഷം, മണിയമ്മയുടെ പരിപാടികൾ, മണിയമ്മയുടെ വണ്ടികളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇത്രയും നേരം ചിലവഴിച്ചതിന് നന്ദി. അപ്പോൾ ഇനിയും ട്രെയിനും പ്ലെയിനൊക്കെ ഓടിക്കാൻ പറ്റട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവട്ടെ.